ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാതികളിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമെന്നാണ് സൂചനകൾ. ആഭ്യന്തര സെക്രട്ടറിക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. കൂടാതെ DGP മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വിശദാംശങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. നൃപൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചോദ്യം ഇങ്ങനെ രാഷ്ട്രീയ കേരളത്തിൽ കിടന്ന് വാർത്തകളായും വിവാദങ്ങളായും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ADGPക്കെതിരായ പരാതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുമെന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അതുമാത്രമല്ല, DGP മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും കേൾക്കുന്നു. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ. കാരണം മുഖ്യമന്ത്രി നേരത്തെ വിശദമാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്ന്. തീർച്ചയായും മനു, ആകാംക്ഷയോടെയാണ്. പല തരത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ, ഈ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ, ഊഹാപോഹങ്ങൾ അടങ്ങിയ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം DGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് അന്വേഷണം നടത്തിയത്. വിവിധ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആരോപണങ്ങളുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനെതിരെ എതിർ പ്രതിപക്ഷ സംഘടനകളും BJP മറ്റ് മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റ് ചില ആരോപണങ്ങൾ. മറ്റൊന്ന്, PV അൻവർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് മുഖേന നൽകിയ 14ഓളം ആരോപണങ്ങളുണ്ട് എന്നതാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ ADGP MR അജിത് കുമാറിനെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇവയെ സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ടാണ് DGP നേതൃത്വത്തിലുള്ള 5 അംഗ ഉദ്യോഗസ്ഥരുടെ സംഘം വിശദമായ പരിശോധന നടത്തി അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ട് സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിക്ക് കൈമാറും. അത് ഫയലാക്കിയായിരിക്കും സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് കൈമാറുക. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നാളെ നിയമസഭാ സമ്മേളനം വീണ്ടും തുടരുന്നു. ഇത് പരമാവധി നിയമസഭയ്ക്കുള്ളിലും കത്തിച്ചു നിർത്താനുള്ള ശ്രമം പ്രതിപക്ഷം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടിയൊക്കെ മനസ്സിലാക്കി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇത് മുഖ്യമന്ത്രി വിശദമായി പരിശോധിക്കും. കൂടാതെ DGP ദർവേഷ് സാഹിബ് തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത്തരം റിപ്പോർട്ട് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്ന സൂചനയും വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്, റിപ്പോർട്ട് പരിശോധിച്ചു മുഖ്യമന്ത്രി ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, DGP റിപ്പോർട്ട് പൂർത്തിയായി കഴിഞ്ഞു. റിപ്പോർട്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രി കൈമാറിയാൽ തുടർ നടപടികളിലേക്ക് മുഖ്യമന്ത്രി കടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ADGP MR അജിത് കുമാറിനെ എതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പ്രധാനമായും PV അൻവർ ഉയർത്തിയ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളുണ്ട്. മാമി വധവുമായി ബന്ധപ്പെട്ട തിരോധാനവുമായി ബന്ധപ്പെട്ട ഈ ഇടപാടിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്ന ആരോപണമുണ്ട്. മറ്റ് പണമിടപാടുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ പരാതികളാണ് PV അൻവർ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ RSS നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് രാഷ്ട്രീയപരമായി മറ്റൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് ഉന്നയിക്കുന്നത്. 2 നേതാക്കളെ 2 തവണകളായി കണ്ടു. RSSൻ്റെ ക്യാമ്പിൽ പോയി തൃശ്ശൂരിൽ കണ്ടു. തിരുവനന്തപുരത്ത് കോവളത്ത് നടന്ന RSSൻ്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം നേരിട്ട് പോയി റാമാധവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് രണ്ടാമത്തെ ആരോപണം. ഈ 2 ആരോപണങ്ങളെ സംബന്ധിച്ച് ADGPയിൽ നിന്ന് DGP വിശദീകരണം തേടിയിരുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അടങ്ങി DGPയുടെ വിലയിരുത്തലോടുകൂടിയായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം എടുക്കുന്നതിനൊപ്പം തന്നെ ഈ RSS നേതൃത്വവുമായി ഇത്തരം കൂടിക്കാഴ്ച സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും മാനമുണ്ടോ എന്ന കാര്യം അവരോട് DGP വിശദീകരണം തേടിയോ എന്ന കാര്യം വ്യക്തമല്ല. അത് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മാത്രമേ, അത് മുഖ്യമന്ത്രി കൈമാറുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി
ഉയർത്തുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ സംഘടിതമായി നടത്തുന്നുണ്ട്. PV അൻവറിൻ്റെ ആരോപണം ഒരു പടി കടന്ന് അത് മലപ്പുറത്തിനെതിരെയുള്ള ആക്രമണമാണ്, പ്രത്യേക സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഇൻ്റർവ്യൂവിനെ തന്നെ, അഭിമുഖത്തെ തന്നെ വക്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിഷേധിച്ച ശേഷവും അത് വ്യാപകമായി പ്രചരണം നടത്താൻ കഴിഞ്ഞ ദിവസം KPCC നേതൃത്വം സർക്കുലറായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ ആരോപണത്തിൽ നിന്ന് സാമുദായിക ധ്രുവീകരണത്തിലേക്കും വർഗീയ ധ്രുവീകരണത്തിലേക്കും വിഷയങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട്. അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ ഇപ്പോൾ മലപ്പുറം എന്ന ഭാഗത്തെ പ്രത്യേകമായി അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ആരോപണം വസ്തുതാവിരുദ്ധമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവയെല്ലാം ഉയർത്തി പരമാവധി നിയമസഭ പ്രക്ഷുബ്ധമാക്കാനാണ് ശ്രമം. കാരണം നിയമസഭാ സമ്മേളനം മുതൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഓരോന്ന് വിളിച്ചു പറയാൻ വളരെ എളുപ്പമാണ്. ആരോപണങ്ങൾ ഉന്നയിക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയില്ലേ എന്താണ് നടപടി ഉണ്ടാകാത്തത്, ADGPയെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ മുൻപിൽ ചില നടപടിക്രമങ്ങളുടെ പ്രശ്നങ്ങളില്ലേ, നടപടിക്രമങ്ങളുണ്ടല്ലോ. അതായത് ഈ അജിത് കുമാർ എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ചുമ്മാ ഒരു ആരോപണം വന്നാൽ നടപടിയെടുക്കാൻ കഴിയില്ല. അതിൽ അന്വേഷിച്ച് വസ്തുതകൾ മനസ്സിലാക്കി ചട്ടപ്രകാരം മാത്രമേ ഒരു അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഒരു സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ സെൻകുമാറിൻ്റെ കാര്യം നമ്മുടെ മുൻപിലുണ്ടല്ലോ. കോടതിയിലും ട്രൈബ്യൂണലിലും ഒക്കെ പോയി തിരിച്ചു വരാനുള്ള വലിയ സാധ്യതകൾ, നിയമപരമായ സാധ്യതകൾ അവരുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണോ സർക്കാർ കൃത്യമായൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും LDF കൺവീനറും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. വ്യവസ്ഥാപിതമായി ചില മാനദണ്ഡങ്ങളുണ്ട്. അദ്ദേഹം കേന്ദ്ര സർവീസിലുള്ള IPS ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ പ്രത്യേകിച്ച് MLAയോ മന്ത്രിമാർക്കെതിരെയൊക്കെ രാഷ്ട്രീയപരമായ ആരോപണം ഉണ്ടായാൽ ധാർമ്മികത മാനിച്ച് മാറി നിൽക്കുന്നു, രാജിവെച്ച് അന്വേഷണം നേരിട്ടത് എന്ന് പറയുന്നത് പോലെയല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണങ്ങൾ വ്യവസ്ഥാപിതമായി ഘടനാപരമായി നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, തുടർ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അന്വേഷണം നടത്തിയ DGPയാണ്. സംസ്ഥാനത്തെ പോലീസിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആൾ തന്നെ ഇത് അന്വേഷിക്കുന്നു. വിശദമായ തെളിവെടുപ്പ് ADGPയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച പരാതിയിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പാലിച്ച് സർക്കാരിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയപരമായി ഈ ഓർമ്മകൾ അവസാനത്തെ വിഷയത്തെ പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്വാഭാവിക മാധ്യമങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ വിഷയത്തെ വളരെ സെൻസിറ്റീവായി ലൈവായി നിലനിർത്തുക, പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാകുക. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ച തുക ഭീമൻ തുക എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു മാധ്യമം പോലും തങ്ങൾക്ക് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു എന്ന് ആണയിട്ട് പറയാൻ തയ്യാറായില്ല. ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ അവരുടെ അവതാരകർ ഒന്ന് പറഞ്ഞു പോയതല്ലാതെ, ആ വാർത്താ ബുള്ളറ്റിനിടയിൽ ഒന്ന് പറഞ്ഞു പോയതല്ലാതെ വലിയ തരത്തിൽ തെറ്റ് തങ്ങൾക്ക് സംഭവിച്ചു. കേന്ദ്രം കേരളത്തിന് ഈ പറഞ്ഞ 2 മാസം വയനാട് ദുരന്തത്തിന് ശേഷം ഒരു ചില്ലിക്കാശ് പോലും തരാതിരുന്നിട്ട് പോലും ഈ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ഒരു മറുപടിയും ഇക്കാര്യങ്ങളിൽ ജനങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ സെൻസിറ്റീവായ വിഷയങ്ങൾ വർഗീയ ധ്രുവീകരണം കണ്ടോ ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തരത്തിലുള്ളതുമായ കാര്യങ്ങൾ, വ്യാജ വാർത്തകൾ തുടരെ ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതാണ് നേരത്തെ മനു പറഞ്ഞതുപോലെ സെൻകുമാറിനെതിരെ നടപടി ഉണ്ടായപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പറഞ്ഞ സ്വാഭാവികമായി അവരുടെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ, നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ നടപടി എടുക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഇടതു മുന്നണി നേതാക്കളും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ നാളെ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച നടപടി ഉണ്ടാകാൻ സാധ്യത. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമാവധി
വിഷയത്തെ ലൈവായി നിലനിർത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. പുറത്തും നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ തരത്തിൽ ഇത് പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമായി ഇത് പ്രതിപക്ഷം മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 20 വരെ കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിപുലമായ ക്യാമ്പയിനിൽ ഈ മറ്റ് വിഷയങ്ങളെല്ലാം വയനാട് വിഷയം പോലും മാറ്റിവെച്ചുകൊണ്ട് മലപ്പുറത്തെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന തരത്തിൽ മറ്റ് ഒരു തരത്തിൽ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട വേറൊരു ആംഗിളിലേക്ക് വേറൊരു നരേറ്റീവിലേക്ക് വിഷയങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. സർക്കാർ വ്യവസ്ഥാപിതമായ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് തുടർ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മനു. ഓക്കെ, താങ്ക് യു നൃപനാണ് തിരുവനന്തപുരത്ത് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.